നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ 9 കാര്യങ്ങളാണ്. ഈ 9 കാര്യങ്ങൾ പാലിക്കാതെ ഒരാളുടെ നിസ്കാരം ശരിയാവുകയില്ല. ഒന്നാമത്തെ കാര്യം അയാൾ മുസ്ലിം ആവുക എന്നതാണ്. മുസ്ലിം അല്ലാത്ത ഒരാളുടെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല. ഒരാൾ മുസ്ലിം ആകാതെ എത്ര നിസ്കരിച്ചതുകൊണ്ടും കാര്യമില്ല. രണ്ടാമത്തെ കാര്യം അയാൾക്ക് ബുദ്ധി ഉണ്ടാകുക എന്നതാണ്. ബുദ്ധി ഇല്ലാത്ത ഒരാൾ അയാളുടെ പ്രവർത്തനങ്ങൾ ഇബാദത്താവുകയില്ല. മൂന്നാമത്തെ കാര്യം തമീസ്, വകതിരിവുണ്ടാകുക എന്നതാണ്. നാലാമത്തെ കാര്യം ഇനി മുതലുള്ള നിസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്, നിസ്കാരത്തിൻ്റെ സമയമാകണം. അഞ്ചാമത്തെ കാര്യം അത്തഹാറ, ശുദ്ധി ഉണ്ടാകണം. അതായത് ജനാബത്തുണ്ട് എങ്കിൽ അവൻ കുളിക്കണം. ഹൈദോ നിഫാസോ ഉള്ള സ്ത്രീകളാണ് എങ്കിൽ അത് അവസാനിക്കുകയും അതിനുശേഷം കുളിക്കുകയും ചെയ്യണം. അതല്ലെങ്കിൽ വുദു എടുക്കണം. അതാണ് തഹാറ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആറാമത്തെ കാര്യം നിസ്കാരത്തിൽ ഔറത്ത്, മറക്കേണ്ട ഭാഗങ്ങൾ അവൻ മറക്കണം. ഏഴാമത്തെ കാര്യം നജ്സുകൾ വൃത്തിയാക്കുക. നജ്സ് വൃത്തിയാക്കേണ്ടത് 3 സ്ഥലത്ത് നിന്നാണ്. ഒന്ന് ശരീരത്തിൽ നിന്ന്, മറ്റൊന്ന് വസ്ത്രത്തിൽ നിന്ന്, മറ്റൊന്ന് നിസ്കരിക്കുന്ന സ്ഥലത്ത് നിന്ന്. എട്ടാമത്തെ നിബന്ധന ഖിബ്ലക്ക് നേരെ തിരിയുക എന്നതാണ്. 9ാമത്തെ കാര്യം നീയത്താണ്. നിസ്കാരത്തിന് മുൻപ് നീയത്തുണ്ടാകണം. ഷാഫിഈ മദ്ഹബിൽ ചില കിതാബുകളിൽ ഇത് ഫർദായിട്ടാണ് എണ്ണിയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതാണ് അതിൻ്റെ കാരണം. നീയത്ത് നിസ്കാരത്തിന് പുറത്താണ് എന്ന് പറഞ്ഞവർ അവരുടെ അഭിപ്രായത്തിൽ നിസ്കാരത്തിൻ്റെ ഷർത്താണ് നീയത്ത്. ഫർദാണ് എന്ന് പറഞ്ഞവർ അവർ പറഞ്ഞു നീയത്ത് നിസ്കാരത്തിൻ്റെ ഭാഗമാണ്, നമ്മുടെ ഉള്ളിലാണ്.